بسم الله الرحمن الرحيم عم يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളെയും ആജ്ഞാനിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പാലിച്ച് മുത്തഖീങ്ങളായ മുഅ്മിനുകളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഒരു മാതൃക മഹദി എന്ന വിഷയത്തിലാണ് ഒരു വിഷയം ഇവിടെ നാം മനസ്സിലാക്കുന്നത്. ഈ മഹദി ഇസ്രായേല്യരിൽ അറിയപ്പെട്ട ഒരു സ്ത്രീയാണ്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം ഈ മഹദിയിലേക്ക് വിരൽ ചൂണ്ടി നമ്മളോട് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചതിനാലാണ് ഇവരെക്കുറിച്ചുള്ള ഒരു വിഷയം ഇവിടെ സംസാരിക്കുവാൻ ഉദ്ദേശിച്ചത്. ഒരു വേള ഈ ചരിത്രം നിങ്ങൾക്കിടയിൽ പ്രസിദ്ധമാണെങ്കിലും നമ്മളുടെയൊക്കെ ഈ ഭൗതിക ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യവും മഹത്തരമായ നമ്മുടെ തീരുമാനങ്ങളും അത് സത്യസന്ധമായി യഥാവിധമായി ഈ മഹദിയുടെ ലക്ഷ്യത്തെ പോലെയായി മാറുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വിഷയം ഇവിടെ പരാമർശിക്കുവാൻ ഉദ്ദേശിച്ചത്. അബു മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ഹാക്കിം
അവിടുത്തെ മുസ്തദ്റക്കിൽ റിവായത്ത് ചെയ്ത സംഭവമാണിത്. ഹാക്കിമിനെ പോലെ തന്നെ മറ്റ് പല മുഹദ്ദീസീങ്ങളും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഹാക്കിമും ദഹബിയും ഈ സംഭവം സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയും ഈ സംഭവം കുറ്റമറ്റതെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അബൂ മൂസ അശ്അരി പറയുകയാണ്, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിയൻ ഫാക്രമഹു, തിരുനബിയുടെ അടുക്കലേക്ക് ഒരു ആറാബി വന്നു. ആ ആറാബിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ചു. ഫഖാല ലഹു, എന്നിട്ട് തിരുനബി ആ അറാബിയോട് പറഞ്ഞു, ഇത്തിന, നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആറാബിയെ യാത്രാമധ്യയിലാണ് റസൂലുള്ളാഹി കണ്ടത്. അപ്പോൾ തിരുനബി ആറാബിക്ക് ചില ആദരവുകൾ, സമ്മാനങ്ങൾ നൽകി. എന്നിട്ട് പറഞ്ഞു മദീനയിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ എത്തിയിട്ട് തിരുനബിയെ മുഖം കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ആറാബി വാക്ക് തെറ്റിച്ചില്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നു. ഫഖാല ലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽ ഹാജതക്, ആറാബി എന്താ നിങ്ങളുടെ ആവശ്യം, ചോദിച്ചോളൂ. ആറാബി പറഞ്ഞു, നാഖത്തുൻ നർകബുഹ വ അഅ്നുസുൻ യഹ്ലുബുഹ അഹ്ലി, എനിക്ക് വേണ്ടത്, എനിക്ക് യാത്രക്ക് കയറി സഞ്ചരിക്കുവാൻ ഒരൊട്ടകമാണ്. എൻ്റെ കുടുംബത്തിന് കറന്നെടുത്ത് ഉപയോഗിക്കുവാൻ പാലുള്ള ആടുകളെയാണ്. അപ്പോൾ തിരുനബിയോട് പറഞ്ഞു, ഒരൊട്ടകത്തെ തന്നാൽ മതി, പിന്നെ അല്പം കുറച്ച് ആടുകളെയും. ഒട്ടകത്തിൽ സവാരി ചെയ്യാം, ആടുകളെ കറന്ന് ഞങ്ങൾക്ക് അതിൻ്റെ പാൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാണ് വേണ്ടത് എന്ന് ആറാബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഈ സമയം നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅജസ്തും അൻ തകൂനു മിസ്ല അജൂസ് ബനി ഇസ്രായേൽ, ഇസ്രായേലിയരിലെ ഒരു വൃദ്ധ സ്ത്രീ ഉണ്ടായിരുന്നു, ആ വൃദ്ധ സ്ത്രീയെപ്പോലെ ആകുന്നതിനെ തൊട്ട് നിങ്ങൾ അശക്തരായോ, നിങ്ങൾ കഴിവുകെട്ടവരായോ എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇസ്രായേലിയരിലെ വൃദ്ധ സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്. അതാണ് നമ്മുടെ വിഷയമായ ഒരു മഹദി അല്ലെങ്കിൽ ഒരു മാതൃക മഹദി എന്ന വിഷയത്തിൻ്റെ ഭാഗം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അഅജസ്തും അൻ തകൂനു മിസ്ല അജൂസി ബനി ഇസ്രായേൽ, ഇസ്രായേലിയരിലെ ഒരു കിളവി ഉണ്ടായിരുന്നു, ആ കിളവിയെപ്പോലെ ആകുന്നതിൽ നിങ്ങൾ അശക്തരായോ, കഴിവുകെട്ടവരായോ എന്ന് ചോദിച്ചു. എന്നിട്ട് തിരുനബി ആ കിളവിയുടെ, വൃദ്ധ സ്ത്രീയുടെ കഥ പറയുകയാണ്. അതെന്താണ്? സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ അജൂസു ബനി ഇസ്രായേൽ, ഇസ്രായേലിയരിലെ ആ കിളവി എന്താണ് അവരുടെ കാര്യം, ആരാണവർ? ഖാൽ, അപ്പോൾ തിരുനബി പറഞ്ഞു, ഇന്ന മൂസ അലൈഹിസ്സലാം ലമ്മ സാറ ബി ബനി ഇസ്രായേൽ മിൻ മിസ്ർ, ഈജിപ്തിൽ നിന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരെയും കൊണ്ട് സഞ്ചരിക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ വല്ലു തരീഖ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇസ്രായേലിയർക്കും വഴിതെറ്റി. അപ്പോൾ ഇസ്രായേലിയരെയും കൊണ്ട് മൂസ ഈജിപ്തിൽ നിന്ന് പലായനം നടത്തുകയാണ്. ആ പലായന മധ്യേ അവർക്ക് വഴി തെറ്റി. അപ്പോൾ ഈ സംഭവം നടന്നത് എന്നാ? സംഭവം നടന്നത് മുഹറം 10 ആഷൂറയിലാണ്. ആഷൂറ നാളിലാണ് ഇസ്രായേലിയരെയും കൊണ്ടുള്ള മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പലായനം. അപ്പോൾ വഴി തെറ്റിയപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, മാ ഹാദ, എന്തുകൊണ്ടാണ് നമുക്ക് വഴി പ്രാപിക്കാനാവാത്തത്, എന്തു പറ്റി? ഫഖാല ഉലമാഉഹും, ഇസ്രായേലിയരിലെ പണ്ഡിതന്മാർ പറഞ്ഞു, യൂസുഫ് അലൈഹിസ്സലാം ലമ്മ ഹദറഹുൽ മൗത്ത് അഖദ അലൈനാ മൗസിഖൻ മിനല്ലാഹ് അല്ലാ നഖ്റുജ മിൻ മിസ്ർ ഹത്താ നൻഖുല ഇമാമഹു മഅനാ. ജൂത പുരോഹിതന്മാർ, പണ്ഡിതന്മാർ വന്ന് മൂസയോട് പറഞ്ഞു, മൂസ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മരണം വരിച്ചപ്പോൾ ഞങ്ങളോട് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞൊരു കരാർ സ്വീകരിച്ചിട്ടുണ്ട്. എന്താണ് ആ കരാർ? ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് ഒരു നാൾ പുറത്തു പോവുകയാണ് എങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭൗതിക ശരീരം, മൃതദേഹം
അത് വഹിച്ചുകൊണ്ടേ പോകാവൂ. ഇതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കരാർ ജൂത പുരോഹിതന്മാരോട് അന്നാളുകളിൽ. നമുക്കറിയാം, ഈജിപ്റ്റ് കോപ്റ്റിക് വംശജരുടെ നാടാണ്, കിപ്തികളുടെ നാടാണ്. ഈ കിപ്തികളുടെ നാടിൽ ഇസ്രായേല്യർ വന്നു പാർത്തവരാണ്. ആദ്യത്തെ ഇസ്രായേലിയനാരാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. കനാൻ ദേശത്ത് നിന്ന് അവർ വന്നതാണ്. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മാതാപിതാക്കളെയും 11 സഹോദരങ്ങളെയും ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ എന്ന് പറഞ്ഞ് ആ കുടുംബം വന്ന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം. പിതാവ് യാക്കൂബ്, അതേപോലെ തന്നെ മാതാവ്, പിന്നെ 11 സഹോദരങ്ങൾ. അങ്ങനെയാണ് ഈജിപ്തിൽ ഇസ്രായേല്യർ തുടക്കം കുറിക്കുന്നത്. പിന്നീട് കനാൻ ദേശത്ത് നിന്ന് കുറേ ഇസ്രായേല്യർ വന്നു, ഈജിപ്തിൽ പാർത്തു. അങ്ങനെ ഈജിപ്തിലെ അടിസ്ഥാനവർഗമായ കോപ്റ്റിക് വംശജർ, അവിടെ ഇസ്രായേല്യർ വളർന്നു. പിന്നീട് ഈജിപ്തിൻ്റെ ഭരണാധികാരികളായ ഫറോവന്മാർക്ക് ഇസ്രായേല്യർ തലവേദനയായി. അങ്ങനെ ആ തലവേദന മൂത്ത് ഇസ്രായേല്യരെ ആൺകുട്ടികളെ കൊല്ലുവാനും സ്ത്രീകളെ മാനഭംഗപ്പെടുത്താനും തുടങ്ങി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിതനാകുന്ന കാലഘട്ടത്തിലുള്ള ഫറോവ അവിടം വരെ എത്തി. അങ്ങനെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ഫറോവ ഇസ്രായേല്യരെയും കൊണ്ട് പലായനം ചെയ്യുന്നത്, ഈജിപ്തിൽ നിന്ന് സൈനായിലേക്ക് സമുദ്ര വഴിയെ. അപ്പോൾ ഇസ്രായേല്യരെയും കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുകയാണ് ഫറോവൻ്റെ കിരാത ഭരണത്തിൽ നിന്നും, മർദ്ദന മുറകളിൽ നിന്നും. ഈ സമയം വഴിപിഴച്ചപ്പോൾ പുരോഹിതന്മാർ പറയുകയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട്, പണ്ട് യൂസുഫ് ചെയ്ത ഒരു കരാറുണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ. അതെന്താ? ഇസ്രായേല്യർ എന്നാണോ ഈജിപ്റ്റ് വിടുന്നത്, അന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭൗതിക ശരീരം അതുകൊണ്ടേ അവർ പോകാവൂ. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പുരോഹിതന്മാർ പറഞ്ഞപ്പോൾ പുരോഹിതന്മാരോട് ചോദിച്ചു, മൈ യാരിഫു മൗദിഅ ഖബരിഹി, യൂസുഫ് പ്രവാചകൻ്റെ ഖബറിടം ആർക്കാണ് അറിയുക? അത് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? ഖബർ അറിയണം. അതാർക്കറിയാം? അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, അജൂസും മിൻ ബനി ഇസ്രായേൽ, ഇസ്രായേലിലെ ഒരു വൃദ്ധ സ്ത്രീക്കാണ് അതറിയുക. അങ്ങനെ ഫബഅസ ഇലൈഹ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അടുക്കലേക്ക് ആളെ വിട്ടു. അവർ വന്നു. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ദുല്ലീനി അല ഖബരി മൂസ യൂസുഫ്, യൂസുഫിൻ്റെ ഖബർ നിങ്ങൾ എനിക്ക് അറിയിച്ചു തന്നാലും. ഖാലത്ത്, അപ്പോൾ ആ സ്ത്രീയുടെ പ്രതികരണം, ഹത്താ തുഅ്തിയനി ഹുക്മി, യൂസുഫ് പ്രവാചകൻ്റെ ഖബറിടം ഞാൻ അറിയിച്ചു തരാം, പക്ഷേ എൻ്റെ ആവശ്യമുണ്ട്, ആ ആവശ്യം നിങ്ങൾ എനിക്ക് നൽകണം. ഖാല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, വമാ ഹുക്മുക്, എന്താ നിങ്ങളുടെ ആവശ്യം? ഖാലത്ത്, അവർ പറഞ്ഞു, അകൂനു മഅക ഫിൽ ജന്ന, മൂസ നിങ്ങളോടൊപ്പം എനിക്ക് സ്വർഗത്തിലാവണം, അതാണ് എൻ്റെ ആവശ്യം. അത് ആകാമെങ്കിൽ ഞാൻ യൂസുഫ് പ്രവാചകൻ്റെ ഖബറിടം അറിയിച്ചു തരാം എന്നാ വൃദ്ധ സ്ത്രീ. ഫകരിഹ യുഅ്തിഹ ദാലിക്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം നീരസം. പക്ഷേ ഫഔഹ അല്ലാഹു ഇലൈഹി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു വഹ്യ് നൽകി, അൻ അഅ്തിഹ ഹുക്മഹ, അവരുടെ നിശ്ചയം തീരുമാനമെന്തോ അതവർക്ക് നൽകാൻ. കാരണം സ്വർഗത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ഒരു ഇടം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറയപ്പെടേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു വഹയേകി. അങ്ങനെ അവരോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അത് പറയുകയുണ്ടായി. അങ്ങനെ ഫന്തലഖത് ബിഹിം ഇല ബുഹൈറ, ഈ സ്ത്രീ, വൃദ്ധ സ്ത്രീ, ഇവരെയും കൊണ്ട്, ഇസ്രായേലരെയും കൊണ്ട്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും കൊണ്ട് ഒരു തടാകത്തിനരികിലേക്ക് പോയി. അതൊരു മുസ്തൻഖയും മാഇൻ, വെള്ളത്തടാകാണ്. ഫഖാലത്ത്, വൃദ്ധ സ്ത്രീ പറഞ്ഞു, അംദിബു ഹാദൽ മാ, ഈ വെള്ളം വറ്റിക്കാൻ പറഞ്ഞു, ആ തടാകത്തിലെ വെള്ളം അത് വറ്റിക്കാൻ പറഞ്ഞു. ഫഅംദബു, വെള്ളം അവർ വറ്റിച്ചു.
ഫഖാലത്ത്, ഈ സ്ത്രീ പറഞ്ഞു, ഇഹ്തഫിറു, വെള്ളം വറ്റിച്ചെടുത്ത് കുഴിക്കാൻ പറഞ്ഞു. ഫഹ്തഫറു, അവർ കുഴിയെടുത്തു. ഫസ്തഖ്റജു ഇദാമ യൂസുഫ്, അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇദാമിനെ അഥവാ ഭൗതിക ശരീരത്തെ, മൃതദേഹത്തെ അവർ പുറത്തെടുത്തു. ഫലമ്മ അഖല്ലൂഹു ഇലൽ അർളി ഫൈദ തരീഖു മിസ്ല ദൗഇൻ നഹാർ, ആ ഭൗതിക ശരീരം എടുത്തു വെച്ച മാത്രയിൽ പകൽ വെളിച്ചം പോലെ അവർക്ക് അവരുടെ വഴി തെളിയുകയായി. അഥവാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇസ്രായേലിയർക്കും രക്ഷ പ്രാപിക്കുവാനുള്ള വഴി തെളിയുകയായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചരിത്ര സംഭവം സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണ്. ഇതിൻ്റെ മുഖവിലക്കെടുത്താണ് നമുക്ക് ചില വിഷയങ്ങൾ പറയാനുള്ളത്. അതിലാദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇദാമിനെ പുറത്തെടുത്തു എന്നാണ്. ഇദാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ല് എന്നർത്ഥം, അസ്ഥി പുറത്തെടുത്തു എന്നാണ്. അപ്പോൾ ചിലർ ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയ, നബിമാരുടെ ഭൗതിക ശരീരം അള്ളാഹു ഭൂമിക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അവരൊരിക്കലും ഭൂമി അവരുടെ ഭൗതിക ശരീരത്തെ തിന്നൂല. അപ്പം പിന്നെ എങ്ങനെ ഇവിടെ എല്ല് അസ്ഥി ബാക്കിയാകുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ ഇദാം എന്ന് പറഞ്ഞത് ജസദിനാണ്, ശരീരത്തിനാണ്. അങ്ങനെ ഭാഷയിൽ പ്രയോഗിക്കും. ബാദ് പറഞ്ഞ് കുല്ല് ഉദ്ദേശിക്കുക എന്നാണ്, ചിലത് പറഞ്ഞ് മുഴുവൻ ഉദ്ദേശിക്കുക എന്നാണ് അതിൻ്റെ ആശയം. വേറെയും ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കറിയാം, മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ പറഞ്ഞിരുന്നത് ഒരു ഈത്തപ്പന മുട്ടിയിൽ കയറി നിന്നിട്ടായിരുന്നു. ഒരു ഈത്തപ്പനയുടെ കുറ്റിയായിരുന്നു, അതിന്മേൽ കയറി നിന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ പറഞ്ഞിരുന്നത്. വാർദ്ധക്യമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന്മേൽ കയറി നിന്ന് പ്രസംഗിക്കുവാനുള്ള ബാലൻസ് കിട്ടണില്ല. അപ്പോൾ എന്ത് ചെയ്ത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികൾ പറഞ്ഞു, അല അത്തഖിദു ലക മിമ്പറൻ യാ റസൂലല്ലാഹ് യജ്മഉ ഇദാമക്, പ്രവാചകരെ നിങ്ങളുടെ ഇദാമിനെ വഹിക്കുന്ന ഒരു മിമ്പർ ഞങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. അവിടെ ഇദാമിനെ വഹിക്കുന്ന റസൂലുള്ളാഹിൻ്റെ എല്ലിനെ വഹിക്കുന്ന എന്നല്ല അർത്ഥം. പിന്നെയോ റസൂലുള്ളാഹിൻ്റെ ജിസ്മിനെ, ജസദിനെ, ശരീരത്തെ വഹിക്കുന്ന ഒരു മിമ്പർ ഉണ്ടാക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. അങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മസ്ജിദ് നബവിയിൽ മിമ്പർ ഉണ്ടാക്കിയത്. ആ മിമ്പറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഈത്തപ്പന കുറ്റിയെ മറികടന്ന് ഖുതുബ നിർവഹിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ ഈത്തപ്പന കുറ്റി മസ്ജിദ് നബവിയിൽ വെച്ച് ഏങ്ങിക്കരയുകയുണ്ടായി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അതിനെ തലോടുകയുണ്ടായി. അതോടുകൂടി അതിൻ്റെ കരച്ചിൽ അത് അടക്കുകയുണ്ടായി എന്നൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹിഹായി ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ വിഷയം, ഇവിടെ യൂസുഫിൻ്റെ ഇദാമിനെ പുറത്തെടുത്തു എന്നാണ്. അപ്പം ഇനി ഹദീസ് നിഷേധികളായ അല്പന്മാർ വരും, എന്നിട്ട് പറയും, കണ്ടോ വൈരുദ്ധ്യം, ഇദാമിനെടുത്തു എന്നാണ് പറയുന്നത്. ഇവരെന്നെ പറയും നബിമാരുടെ ഭൗതിക ശരീരം മണ്ണ് തിന്നൂലാന്ന്. പിന്നെ എങ്ങനെ ഇദാം ബാക്കിയാകുക? യഥാർത്ഥത്തിൽ ഇദാം എന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഉദ്ദേശം ജസദാണ്. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് ഇവിടെയും ഉദ്ദേശം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇദാമിനെ പുറത്തെടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ എല്ല് പുറത്തെടുത്തു എന്ന അർത്ഥത്തിലല്ല, പിന്നെ ഭൗതിക ശരീരം പുറത്തെടുത്തു എന്നുള്ള മാനയിലാണ്. അത് ഒന്നാമത്തെ വിഷയം. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ മഹദി നമുക്ക് മാതൃകാ മഹദിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മഹദിയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് സംസാരിച്ചത്. അറാബികളെ സംബന്ധിച്ചിടത്തോളം അറാബികൾക്ക് അവർ ഭൗതിക തൽപരരാണ്. പാരത്രികതയെ പലപ്പോഴും അവർ ലാക്കാക്കുകയേ ഇല്ല. അതുകൊണ്ടാണ് ഹജ്ജിൻ്റെ മസലകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അറാബികളായ ഹാജിമാർ അറഫയിൽ വരും, മുസ്ദലിഫയിൽ വരും. എന്നിട്ട് മുസ്ദലിഫയിൽ നിന്ന് പാതിരാത്രി അവർ കഅബത്തിൻ്റെ അടുക്കലേക്ക് വരുന്നതാണ്. യഥാർത്ഥത്തിൽ മുസ്ദലിഫയിൽ വന്ന് പിന്നെ മിനയിൽ വന്ന് ജംറയിൽ കല്ലെറിഞ്ഞ് മുടിയെടുത്ത് ബലിയറുത്ത് പിന്നെയുള്ള തവാഫ്. പക്ഷേ അറാബികൾ നേരിട്ട് പാഞ്ഞു വരുന്നതാണ് ഇവിടുത്തെ കഅബത്തിൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് പറയും, പടച്ചോനെ നീ എല്ലാ ഹാജിമാരും ഇവിടെ വന്നിട്ട് തിരക്കാക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് അവർ ദുനിയാവ് ചോദിക്കുന്നതാണ്. അവരുടെ വിഷയത്തിലാണ് റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്നുള്ള ആയത്ത് സൂറത്തുൽ ബഖറയിൽ ഇറങ്ങുന്നത്. കാരണം എന്താ?
എന്നിട്ട് ഈ അറാബികൾ കഅബത്തിന്റെ അടുക്കൽ വന്നിട്ട് പറയും, എല്ലാ ഹാജിമാരും വന്നിട്ട് അള്ളാഹു ഇപ്പോൾ ഇവിടെ തിരക്കും, അള്ളാഹിനോട് ചോദിക്കും. ഓലെ വിചാരം അള്ളാഹിനോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് കൊടുക്കാൻ കഴിയൂല എന്നാണ്, അല്ലെങ്കിൽ അള്ളാഹു ഒരു വിഭാഗത്തെ വിഗണിക്കേണ്ടി വരും എന്നാണ്. എന്നിട്ട് അവർ റബ്ബന ആതിനാ ഫിദ്ദുന്യ, റബ്ബന ആതിനാ ഫിദ്ദുന്യ, റബ്ബന ആതിനാ ഫിദ്ദുന്യ, പടച്ചോനെ ദുനിയാവ് കൊണ്ട എന്ന് ഈ അറാബികൾ പ്രാർത്ഥിക്കും. അങ്ങനെ പാടുള്ളതല്ല. പിന്നെയോ ദുനിയാവ് ചോദിക്കാം, പക്ഷേ ആഖിറവും അത് മുഖ്യമാണ്. അപ്പോൾ ഇതാണ് ഇവിടെ അറാബികളുടെ പ്രകൃതം. അങ്ങനെയുള്ള ഒരു അറാബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. അറാബിയെ റസൂലുള്ള വഴിയിൽ കണ്ട്, അപ്പോൾ വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ മദീനത്തേക്ക് വരുമ്പോൾ നമുക്ക് മുഖം കാണിക്കണം. അങ്ങനെ തിരുനബി ചോദിക്കുകയാണ്, സൽ ഹാജത്തക്, എന്താണ് നിങ്ങളുടെ ആവശ്യം ചോദിച്ചാലും. അപ്പോൾ അറാബി പറയാണ്, ഒരൊട്ടകം വേണം, കുറച്ച് ആടുകളും വേണം. ഒട്ടകം ഞങ്ങൾക്ക് സവാരി ചെയ്യാനാണ്, ആടുകളെ ഞങ്ങൾക്ക് പാലൊക്കെ കറന്നിട്ട് ഞങ്ങളുടെ ജീവിതം ഉഷാറാക്കാനാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ മാതൃക മഹദിയെ ചൂണ്ടിപ്പറഞ്ഞത്. ആ ഇസ്രായേലിയരിലെ വൃദ്ധ സ്ത്രീയെ പോലെയാകുവാൻ നിങ്ങൾക്ക് അശക്തമായോ, നിങ്ങൾ കഴിവുകെട്ടവരായോ? അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ മഹദിയുടെ കഥ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായത്. ഇത് നമുക്ക് നൽകുന്ന പാഠം, ഈ ഇസ്രായേലിയരിലെ വൃദ്ധ സ്ത്രീക്ക് അവർ മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് ചോദിക്കുന്നത്. എന്താ അവർ മാത്രം അറിയുന്ന രഹസ്യം? ഈജിപ്തിൻ്റെ മണ്ണിൽ യൂസുഫ് പ്രവാചകൻ അടക്കപ്പെട്ട ഇടം ഏത്? അത് അവർക്ക് മാത്രം അറിയുന്ന സംഗതിയാണ്, പുരോഹിതന്മാർക്ക് വരെ അറിയില്ല. ഈ ഒരു രഹസ്യം പറയുവാൻ, അവരത് വെളിപ്പെടുത്തുവാൻ അവർക്ക് എന്ത് വിലയും ചോദിക്കാം. ഈ ദുനിയാവിൽ അവർക്ക് എന്തും ആവശ്യപ്പെടാം. കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്രായേലിയരും ഒന്നടങ്കമാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. എന്ത് ഭൗതികത ചോദിച്ചാലും അത് നേടിക്കൊടുക്കാൻ പറ്റിയ ആൾക്കൂട്ടമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ഉള്ളത്. ഭൗതികമായി എന്ത് ചോദിച്ചാലും അത് ലഭിക്കുമെന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടും ഈ മഹദി ചോദിച്ചത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് എന്താണ്? എനിക്കെൻ്റെ ആവശ്യം നിങ്ങൾ തന്നാൽ നിങ്ങൾ ആവശ്യപ്പെട്ടത് ഞാൻ തരാമെന്നാണ് അവർ പറഞ്ഞത്. എന്താണ് അവരുടെ ആവശ്യം? അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അകൂനു മഅക ഫിൽ ജന്ന, സ്വർഗത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ആവണം എന്നുള്ളതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം സ്വർഗം പങ്കിടാൻ സാധിക്കണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അയൽവാസിയായി സ്വർഗത്തിൽ ഒരിടം കിട്ടണം. അതാണ് അവരുടെ ആവശ്യം. ഈ ഒരു ആവശ്യം എത്ര മഹനീയാണ്! ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അടിവരയിട്ട് ഉമ്മത്തികളെ പഠിപ്പിക്കുമ്പോൾ നമുക്കതിൽ വലിയ പാടുണ്ട്. ആസിയ ബിന്ത് മുസാഹിം അലൈഹസ്സലാം ഫിർഔനിൻ്റെ കിരാത മർദ്ദനങ്ങളിൽ, മരിപ്പറമ്പിൻ്റെ ചൂടിൽ കൈകാലുകൾ ക്രൂശിക്കപ്പെട്ട് വരിഞ്ഞു മുറുക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെടുന്ന രംഗാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആ പീഡനഭൂമിയിൽ അവർ കാണുന്നുണ്ട്. കാരണം എന്താ? ആസിയ ബിന്ത് മുസാഹിമിൻ്റെ കൈകാലുകൾ വരിഞ്ഞു കെട്ടി ഫറോവൻ്റെ കിങ്കരന്മാർ അവരെ പീഡിപ്പിക്കുകയാണ്. ചൂടിൽ അവർ കിടക്കുകയാണ്. അപ്പോൾ പീഡനം മതിയാക്കിയിട്ട് കിങ്കരന്മാർ മാറി നിന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാർമുകിലിനെ അവതരിപ്പിച്ച് ആസിയ ബിന്ത് മുസാഹിമിന് മറയിടുമായിരുന്നു എന്നാണ്, തണൽ വിരിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമായിട്ട് ആസിയ കാണുകയാണ്. ഈ സമയം ആസിയ മനസ്സിലാക്കുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ പരിഗണനയിലാണ്, അള്ളാഹു എന്നെ കാണുന്നു, അള്ളാഹുവിൻ്റെ സഹായം എനിക്ക് വരുന്നു എന്നുള്ളത് കണ്ടപ്പോൾ ആസിയ ബിന്ത് മുസാഹിം ആ ചൂടിൽ കിടന്ന് ആ യാതനയിൽ പിടഞ്ഞ് അള്ളാഹിനോട് ആവശ്യപ്പെട്ടത് എന്താ? അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത് ഖിയാമത്ത് നാൾ വരേക്കുള്ള മുസ്ലിമീങ്ങൾ ഓതുവാൻ അള്ളാഹു അവർക്കുള്ള മാതൃകയായിട്ട് ആസിയയെ അവതരിപ്പിച്ച് പറഞ്ഞത്, വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. വിശ്വാസികൾക്കുള്ള മാതൃകയായിട്ട് ഫിർഔനിൻ്റെ ഭാര്യയെ അള്ളാഹു എടുത്ത് ഉദ്ധരിക്കുന്നു. ഇദ് ഖാലത്, ആ മഹദി പ്രാർത്ഥിച്ച സമയം നിങ്ങൾ ഓർക്കണം. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബേ നീ എനിക്ക് നിന്റെ അടുക്കൽ
ഒരു ഭവനം പണിയണമേ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമി ദ്വാലിമീൻ. ഫിർഔനിൽ നിന്നും അവൻ്റെ ഈ ക്രൂരകൃത്യങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ, അക്രമികളായ ജനവിഭാഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ഇവിടെ ആസിയ ബിന്ത് മുസാഹിം ആദ്യമായി അള്ളാഹുവിനോട് തേടിയത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ റബ്ബെ നീ എനിക്കൊരു വീട് പണിയണമേ, അത് നിൻ്റെ അടുക്കൽ എന്നാണ്. പണ്ഡിതന്മാർ പറയും അൽ ജാറു ഖബലദ്ദാർ, വീടിന് മുമ്പ് നമ്മൾ അയൽവാസികളെ നോക്കണം. ആദ്യം അയൽവാസിനെ ഉണ്ടാക്കട്ടെ, പിന്നെയാണ് വീട് പണിയേണ്ടത്. വീട് കുറച്ച് മോശമായാലും അയൽവാസി ഉഷാറാണെങ്കിൽ അത് മതി. അയൽവാസി മോശമാണ്, വീട് ഗംഭീരാണ്, ആ വീട് ശാപകരായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അൽ ജാർ ഖബലദ്ദാർ, വീട് എടുക്കുന്നതിന് മുമ്പ് അയൽവാസിനെ നോക്കണം എന്നുള്ളത്. ആ തത്വം ഇവിടെ പ്രയോഗിക്കപ്പെട്ടതുപോലെയാണ്. ആസിയ ബിന്ത് മുസാഹിം വീട് ചോദിച്ചു, പക്ഷേ വീട് ചോദിച്ചപ്പോൾ അതിന് മുമ്പ് അയൽപക്കാണ് നോക്കിയത്. അതാരാണ്? അള്ളാഹുവാണ് അയൽപക്കം. അള്ളാഹുവേ നിൻ്റെ അടുക്കൽ സ്വർഗത്തിലൊരു വീട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മഹത്തരമായ ഒരു ഉദ്ദേശം, ഒരു നിയത്ത്, നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ, നമ്മുടെ ഇഹപര വിജയത്തിൽ നമ്മൾ ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കുണ്ടാകണം എന്നതാണ് ഈ മാതൃകാ മഹദിയുടെ കഥയിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. തിരുനബി അതിൻ്റെ ഉദാഹരണമാണ്. എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അവിടുത്തെ അടിമയായ മൗലയായ അബൂ മുവൈഹിബയെ വിളിച്ചുണർത്തുന്നുണ്ട് രാത്രി. തിരുനബിക്ക് കുറേ മൗലമാരുണ്ട്, ഷഖറാന്, സഫീന, മഹ്റാൻ, അതേപോലെ തന്നെ ഇവിടെ അബൂ മുവൈഹിബ, ഇവരൊക്കെ റസൂലുള്ളാഹിന്റെ മൗലമാരാണ്. അപ്പം മൗലയെ റസൂലുള്ള രാത്രി വിളിച്ചുണർത്തുകയാണ്. അങ്ങനെ അബൂ മുവൈഹിബ ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോൾ റസൂലുള്ള പറയാണ്, യാ അബാ മുവൈഹിബ ഇന്നി ഖദ് ഉമിർതു അൻ അസ്തഗ്ഫിറ ലി അഹ്ലിൽ ബഖീ ഫന്തലിഖ് മഈ. അബൂ മുവൈഹിബ, ബഖീ ഖബർസ്ഥാനിൽ പോയി അവിടെ ഖബറാളികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീയും താങ്കളും കൂടെ വരണം. അങ്ങനെ അബൂ മുവൈഹിബ പറയാണ്, ഫന്തലഖ്തു മഅഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞാൻ പോയി. ഫലമ്മാ വഖഫ ബൈന അദ്ഹുരിഹിം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറുകൾക്കിടയിൽ നിന്നപ്പോൾ തിരുനബി പ്രാർത്ഥിച്ചു. ഖാൽ അസ്സലാമു അലൈക്കും അഹ്ലൽ മഖാബിർ ലിയഹ്നി ലക്കും മാ അസ്ബഹ്തും ഫീഹി മിമ്മാ അസ്ബഹ ഫീഹി الناس ലൗ തഅലമൂന മാ നജ്ജാകുമുല്ലാഹു മിൻഹു അഖ്ബലത്തിൽ ഫിതൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം യത്ബഉ അവ്വലുഹാ ആഖിറഹാ അൽ ആഖിറതു ശർറും മിനൽ ഊല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറാളികൾക്ക് സലാം ഓതി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരിക്കാനിരിക്കുന്ന കുറേ പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയ വിവരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മുവൈഹിബയോട് തിരിഞ്ഞു പറഞ്ഞ വിഷയം, അതാണ് നമ്മുടെ വിഷയം. അതെന്താ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മുവൈഹിബ പറയാണ്, സുമ്മ അഖ്ബല അലയ്യ, തിരുനബി എൻ്റെ നേരെ തിരിഞ്ഞു. ഫഖാൽ യാ അബാ മുവൈഹിബ, അബൂ മുവൈഹിബ ഇന്നി ഖദ് ഊതീതു മഫാത്തിഹ ഖസാഇനി ദുനിയ വൽ ഖുൽദ ഫീഹ, എനിക്ക് അല്ലാഹു ദുനിയാവിലെ ഖജനാവുകളുടെ താക്കോലുകളും വൽ ഖുൽദ ഫീഹ, ഈ ദുനിയാവിലെ നിത്യജീവിതവും നൽകിയിരിക്കുന്നു. അപ്പോൾ ദുനിയാവിലെ മുഴുവൻ സമ്പത്തുക്കളുടെയും താക്കോലുകളും അങ്ങനെയുള്ള ഈ ദുനിയാവിലെ നിത്യജീവനും, ഇവിടെ എന്നും മരിക്കാതെ ജീവിക്കുക, അതും അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു. സുമ്മൽ ജന്ന, എന്നിട്ട് സ്വർഗവും. അപ്പോൾ ദുനിയാവിൽ മരിക്കാതെ ജീവിക്കാം. എങ്ങനെ മരിക്കാതെ ജീവിക്കാം? ദുനിയാവിലെ മുഴുവൻ സമ്പത്തുക്കളുടെയും താക്കോലുകൾ കയ്യിൽ പിടിച്ച്, എന്നിട്ട് നേരിട്ട് പിന്നെ സ്വർഗത്തിലേക്ക്. അതിനിടയിൽ എന്തില്ല? മരണം എന്നൊന്നില്ല. അങ്ങനെ ജീവിതം അള്ളാഹു എനിക്ക് നൽകി. പിന്നെയോ വഖുയ്യിർതു ബൈന ദാലിക വബൈന ലിഖാഇ റബ്ബി അസ്സ വജല്ല വൽ ജന്ന, എൻ്റെ റബ്ബിനെ മരണത്തിലൂടെ കണ്ടുമുട്ടി സ്വർഗം തിരഞ്ഞെടുക്കുവാനും ഇതിനിടയിലുള്ള തഖീർ എനിക്ക് നൽകി, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകി. ഒന്നുകിൽ മരിക്കാതെ ദുനിയാവിലെ മുഴുവൻ സുഖങ്ങളിലും
ജീവിച്ച് സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ മരണം വരിച്ചിട്ട് അലത്തൂൽ സ്വർഗത്തിലേക്ക്. ഇത് തിരഞ്ഞെടുക്കുവാൻ, രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് അള്ളാഹു നൽകി. അപ്പം എന്താ അബൂ മുവൈഹിബ പറഞ്ഞത്? ബി അബി വ ഉമ്മി ഫഖുദ് മഫാത്തിഹ അദ്ദുനിയ വൽ ഖുൽദ ഫീഹാ സുമ്മൽ ജന്ന. പ്രവാചകരെ, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എങ്കിൽ ദുനിയാവിലെ ഖജനാവുകളുടെ താക്കോലുകൾ സ്വീകരിച്ച് ദുനിയാവിൽ നിത്യവാസം സ്വീകരിച്ച് പിന്നീട് സ്വർഗം അത് തിരഞ്ഞെടുക്കൂ എന്ന് അബൂ മുവൈഹിബ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ വല്ലാഹ് യാ അബാ മുവൈഹിബ, അബൂ മുവൈഹിബ, ഒരിക്കലുമില്ല, അല്ലാഹയാണ് സത്യം. ലഖദ് ഇഖ്തർതു ലിഖാ റബ്ബി വൽ ജന്ന, എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടലും സ്വർഗവും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അള്ളാഹുവിനെ മരണത്തിലൂടെ കണ്ടുമുട്ടി സ്വർഗം ലഭിക്കണം എന്നതാണ് ഞാൻ തിരഞ്ഞെടുത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് അബൂ മുവൈഹിബയോട് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീഉൽ ഖർഖത്ത്, ഖബർസ്ഥാനിലെ വിശ്വാസികൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മടങ്ങുകയാണ്. ഈ മടക്കമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് കാരണമാക്കുന്നതായ രോഗത്തിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അവിടെ വെച്ച് തിരുനബി തലവേദനയാൽ വഴിയിൽ വീണു. അബൂ മുവൈഹിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്ങിയെടുത്തു. പിന്നീട് തിരുനബി തൻ്റെ വീട്ടിലെത്തി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചത് ഏതാനും ദിവസങ്ങളാണ്. തിരുനബിയുടെ മരണരംഗം വിശദീകരിക്കുന്ന ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തോടടുക്കുമ്പോൾ പറയുന്ന ഒരു വർത്താനുണ്ട്. അതെന്താ? ഒരു പ്രാർത്ഥന ഉണ്ട്. അത് ആയിഷമ്മ പറയാണ്, സംസാരിക്കാൻ കഴിയാത്ത വിധം റസൂലുള്ള പരീക്ഷണത്തിലാണ്. പക്ഷേ റസൂലുള്ള പറയുകയാണ്, മഅല്ലദീന അൻഅംത അലൈഹിം മഅല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവേ, നീ അനുഗ്രഹമരുളിയവരുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണമേ. അള്ളാഹുവെ, നീ അനുഗ്രഹമരുളിയവരുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണമേ. ഇത് തിരുനബി ആവർത്തിച്ച് പറയാണ്. എന്തിനാ പറയണത്? തിരുനബിയുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്ന മലക്ക് തിരുനബിയോട് ചോദിക്കുകയാണ്, മരിക്കണോ അതല്ല ഇവിടെ നിത്യമായിട്ട് ജീവിക്കണോ? തഖീർ കൊടുക്കുകയാണ്. പക്ഷേ റസൂലുള്ള തിരഞ്ഞെടുക്കുന്നത് എന്തിനെയാണ്? റസൂലുള്ള തിരഞ്ഞെടുക്കുന്നത് അള്ളാഹു അനുഗ്രഹമരുളിയ മഹത്തുക്കൾ ചെന്നെത്തിയ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരു സാന്നിധ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്രായേലിയരിലെ ഈ മാതൃകാ മഹദിയുടെ ആ ഉന്നമനം, ലക്ഷ്യം, അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷ്യം. എന്നിട്ട് മലക്കുൽ മൗത്തിന് റസൂലുള്ള റൂഹിനെ തിരിച്ചേൽപ്പിക്കുകയാണ്. മരിക്കണ സമയം തിരുനബി പറഞ്ഞതെന്താ? ആയിഷ ഉമ്മ പറയുകയാണ്, അല്ലാഹുമ്മ റഫീഖൽ ആല ബലിർ റഫീഖൽ ആല ബലിർ റഫീഖൽ ആല എന്നാണ്. എന്താ ഈ അർറഫീഖൽ ആല? രണ്ട് നിലക്കാണ് അതിന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയത്. ബലിർ റഫീഖൽ ആല അല്ല, അർറഫീഖുൽ ആലയിലേക്ക് എന്ന റസൂലുള്ള പറയുന്നത്. അർറഫീഖുൽ ആല എന്ന് പറഞ്ഞാൽ അർറുഫ്ഖത്തുൽ മുബാറക, അനുഗ്രഹീതരായ കൂട്ടുകെട്ട്, അവരോടൊപ്പം അള്ളാഹുവെ നീ എന്നെ ചേർക്കുന്നതാണ്. അപ്പം മലക്കുൽ മൗത്ത് റൂഹിനെ വാങ്ങുമ്പോഴും റസൂലുള്ളയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, നിങ്ങൾക്ക് മരിക്കണോ അതല്ല നിങ്ങൾക്കിവിടെ നിത്യമായിട്ട് ജീവിക്കണോ? ആ തഖീറാണ്. അപ്പോൾ റസൂലുള്ള പറയുന്നത് ബലിർ റഫീഖൽ ആല, എനിക്ക് അത്യുന്നതങ്ങളിലെ ഒരു കൂട്ടുകെട്ടുണ്ട്. എന്താണ് ആ കൂട്ടുകെട്ട്? അത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ വഹസുന ഉലൈക റഫീഖ. നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ അവരെത്ര നല്ല കൂട്ടുകെട്ട് എന്നാണ്. അപ്പോൾ ആ കൂട്ടുകെട്ടിനോട് നീ എന്നെ ചേർക്കണമേ എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതാണ് ബലിർ റഫീഖൽ ആല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഒരു ഉദ്ദേശം ഈ ബൽ പ്രയോഗിച്ചിട്ട് പറയാണ്, ബലിർ റഫീഖൽ ആല, അത് മലക്കുൽ മൗത്തിനോടാണ് പറയുന്നത്. പിന്നെ ബലിർ റഫീഖൽ ആല എന്ന് പറഞ്ഞാലോ അതിൻ്റെ ഉദ്ദേശം അർ റഫീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പേരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർ റഫീഖുൽ ആലയാണ്, അത്യുന്നതനായ അർ റഫീഖാണ്. അതുകൊണ്ട് അത്യുന്നതനായ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എനിക്കെത്തണം, എൻ്റെ ആത്മാവിനെ എത്തിക്കണം എന്ന അർത്ഥത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കിനോട് ആ സമയത്ത് പ്രതികരിക്കുന്നത്. രണ്ടായാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൻ്റെ ഇഷ്ടവും മനസ്സ് ഇച്ഛിച്ചതും അത് അത്യുന്നതമായതാണ്, അതിമഹനീയമായതാണ്.
അപ്പോൾ ഈ മാതൃകാ മഹദിയുടെ ലക്ഷ്യമെന്താണോ അതേപോലെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇവിടെ അഭിലഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. റബീഅത്തുൽ അസ്ലമി നമ്മളെപ്പോഴും കേൾക്കുന്ന ചരിത്രമാണ്. റബീഅത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു തിരുദൂതരുടെ ഖാദിമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന മഹാനാണ്. ഈ ഖിദ്മത്ത് എടുക്കുന്ന റബീഅത്തുൽ അസ്ലമി ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രാത്രി വളു ചെയ്യാനുള്ള വെള്ളം കൊണ്ടുപോയി വെച്ചുകൊടുത്തു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅ പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴും ഖിദ്മത്ത് എടുക്കാൻ വേണ്ടിയിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. രാത്രി നിസ്കാരത്തിന് റസൂലുള്ള എഴുന്നേറ്റ് പെരുമാറ്റം അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഉടനെ റസൂലുള്ളാഹിക്ക് വെള്ളം വളു ചെയ്യാനുള്ളത് കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ വെള്ളം റെഡിയാണ് വളു ചെയ്യാൻ. അപ്പോൾ റസൂലുള്ള ചോദിച്ചു, ആരാണിത് വെച്ചത്? അപ്പോൾ റബീഅത്ത് പറഞ്ഞു, ഞാനാണിത് വെച്ചത്. ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅയോട് ചോദിക്കുകയാണ്, ഇസ്അൽനി യാ റബീഅ, റബീഅ എന്നോട് നിങ്ങൾ ചോദിക്കൂ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബീഅ ചോദിച്ചത് ചില റിവായത്തുകളിൽ അല്പം കഴിഞ്ഞതിന് ശേഷമാണ്. അത് ഒരു റിപ്പോർട്ടിൽ ഇപ്രകാരമാണുള്ളത്. റബീഅ പറഞ്ഞു, അംബിർനി ഹത്ത അംബുർ, റസൂലേ കുറച്ച് സമയം തരൂ, ഞാനൊന്ന് ആലോചിക്കട്ടെ, ചോദിക്കേണ്ടത് എന്താണെന്നുള്ളത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ റബീഅ പറയാണ്, ഫതദക്കർത്ത്, അങ്ങനെ ഞാൻ ആലോചിച്ച് എന്താ റസൂലുള്ളാഹിനോട് ചോദിക്കുക? അന്ന ദുനിയ ഫാനിയ, ദുനിയാവ് നശ്വരമാണ്. മുൻഖത്തിയ, ദുനിയാവ് നിലക്കുന്നതാണ്, നിത്യവാസമല്ല, ശാശ്വതവാസമല്ല ദുനിയാവിൽ, അത് നശ്വരമാണ്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, അസ്അലുക, ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, അൻ തദഉ വല്ലാഹ അൻ തുൻജിയനി മിനന്നാർ, അൻ യുനജ്ജിയനി മിനന്നാർ. അസ്തഗ്ഫിറുല്ലാഹ്. അസ്അലുക, പ്രവാചകരെ ഞാൻ താങ്കളോട് ആവശ്യപ്പെടുന്നത്, അൻ തദഉ വല്ലാഹ്, താങ്കൾ അല്ലാഹുവിനോട് ദുആ ഇരക്കണം, അൻ യുനജ്ജിയനി മിനന്നാർ, നരകത്തിൽ നിന്ന് അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തുവാൻ, വയുദ്ഖിലനി അൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ. അപ്പോൾ അള്ളാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം, നരകത്തിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തണം, ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഫസക്കത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ള മൗനം ദീക്ഷിച്ചു. സുമ്മ ഖാൽ, എന്നിട്ട് റസൂലുള്ള ചോദിച്ചു, മൻ അമറക ബിഹാദ, റബീഅ ആരാ നിങ്ങളോട് ഇത് പറഞ്ഞു തന്നത്? ഇങ്ങനെ ചോദിക്കാൻ ആരാ നിങ്ങളോട് പറഞ്ഞു തന്നത്? ഖുൽത്, റബീഅ പറയാണ്, മാ അമറനി ബിഹി അഹദുൻ, തിരുദൂതരെ ആരും എന്നോട് ഇങ്ങനെ കൽപ്പിച്ചിട്ടില്ല. വലാകിന്നി അലിംത് അന്ന ദുനിയ മുൻഖതിഅത്തുൻ ഫാനിയ വ അൻത മിനല്ലാഹി ബിൽ മകാനി അല്ലദി അൻത ബിഹി അഹ്ബബ്തു അൻ തദഉ അല്ലാഹ്. പ്രവാചകരെ, ഞാൻ മനസ്സിലാക്കി ദുനിയാവ് നശ്വരാണ്, ദുനിയാവ് നിലച്ചു പോകുന്നതാണ്, ശാശ്വതമല്ല. നിങ്ങളാകട്ടെ അള്ളാഹുവോട് ഏറ്റവും അടുത്ത സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ഇരക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബീഅത്ത് പറഞ്ഞത്. സഹീഹുകളിൽ വന്ന ഇതും ഹദീസ് സഹിയാണ്. മറ്റൊരു റിവായത്തിൽ റബീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ആവശ്യപ്പെട്ടു ഈ തരുണത്തിൽ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളോടൊപ്പമുള്ള ഒരു സാമീപ്യം, കൂട്ടുകെട്ട്, അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, ചോദിക്കുന്നത് എന്നാണ്. അപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഇന്നി അലാ ദാലിക് ബികസ്റത്തി സുജൂദ്, കൂടുതൽ സുജൂദ് ചെയ്തുകൊണ്ട് ആ വിഷയത്തിൽ താങ്കൾ എന്നെ സഹായിക്കുക എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇവിടെ ഈ രണ്ട് റിപ്പോർട്ട് നമ്മൾ കൂട്ടി വെച്ചാണ് ഈ സംഭവം മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യത്തെ റിപ്പോർട്ട് നിങ്ങളെ കേൾപ്പിച്ചത്, ചില ആളുകൾ അള്ളാഹുവോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ, രോഗം മാറാൻ, ഹിദായത്ത് ലഭിക്കുവാൻ, കഷ്ടത നീങ്ങുവാൻ, ഉപജീവനം ലഭിക്കുവാൻ, ഹിദായത്ത് ലഭിക്കുവാൻ, ഇതൊക്കെ അള്ളാഹിനോട് തേടേണ്ടത്. ഈ തേട്ടം പടപ്പുകളോട് തേടും. ബദരീങ്ങളെ കാക്കണേ, മമ്പർത്തങ്ങളെ രക്ഷിക്കണേ, മൊയ്തീൻ ഷെയ്ഖെ അനുഗ്രഹിക്ക, ഇങ്ങനെ. അത് ശിർക്കാണ്, അങ്ങനെ തേടാൻ പാടില്ല എന്ന് പറയുമ്പോൾ റബീഅത്ത് അള്ളാഹിനോട്, റബീഅത്ത് റസൂലുള്ളാഹിനോട് സ്വർഗം തേടിയിട്ടില്ലേ മൗലവി വഹാബി എന്ന് പറയും.
റബീഅത്ത് റസൂലുള്ളാഹിനോട് സ്വർഗം തേടിയല്ലേ ചെയ്തത്. പിന്നെയോ റബീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹിനോട് ദുആ ഇറക്കാൻ ആവശ്യപ്പെടുക ചെയ്തത്. അതാണ് ആദ്യത്തെ റിവായത്തിലുള്ളത്. ആ റിവായത്തിൻ്റെ ബാക്കിയാണ് മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം ഒരു കൂട്ടുകെട്ട്, അതാണ് എനിക്ക് വേണ്ടത്. ഇസ്രായേലിയരിലെ സ്ത്രീ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആവശ്യപ്പെട്ടത് എന്താണോ ആ ആവശ്യമാണ് ഇവിടെ റബീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുന്നത്. അത് റസൂലുള്ള പഠിപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കാൻ അവർ പാകപ്പെട്ടത്. ആ ചോദ്യം റസൂലുള്ള പഠിപ്പിച്ചത് നമ്മുടെ ഖൗമ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇസ്രായേലിയരിലെ വൃദ്ധ ചോദിച്ച രീതി പോലും അറിയാതെ അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടത് ഖബറിങ്ങ ചെന്നിട്ട് ഷെയ്ഖിനോടും വലിയനോടും മറ്റുമൊക്കെ ചോദിക്കണത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ വിഷയം, നമ്മൾ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മളുടെ തേട്ടങ്ങൾ, നമ്മളുടെ അഭിലാഷങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, അത് നമ്മൾ നിർവഹിക്കുമ്പോൾ അത് മഹത്തരമാക്കുന്ന മാർഗ്ഗമാണ്. അതിൻ്റെ വിഷയം എന്താകണമെന്നുള്ളതാണ്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തന്നു. ഇസ്രായേലിയരിലെ വൃദ്ധയായ സ്ത്രീ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആവശ്യപ്പെട്ടതുപോലെ അവർ മൂസയോട് ചൂണ്ടിയിട്ട് പറയാണ്, എൻ്റെ ഹുക്കും ആവശ്യം അൻ അകൂന മഅക ഫിൽ ജന്ന, നിങ്ങളോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ ഇടം വേണം എന്നുള്ളതാണ്. ഇതിനെ ബലപ്പെടുത്തുന്ന വേറെയും സംഭവങ്ങൾ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. കുറേ സംഭവങ്ങൾ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് നമ്മുടെ ആഗ്രഹങ്ങളും അതേപോലെ തന്നെ ഇഷ്ടങ്ങളും വിവിധം മഹനീയമാക്കുവാനാണ് ആവശ്യപ്പെട്ടുള്ളത്. ഹാരിസ ഇബ്നു സുറാഖ റളിയല്ലാഹു തആല അൻഹു ബദറിൽ ഷഹീദായ ഒരു വ്യക്തിയാണ്. ഈ ഹാരിസ ഇബ്നു സുറാഖക്ക് ബദറിൽ പങ്കെടുക്കുമ്പോൾ പ്രായം വളരെ കുറവാണ്, ചെറുപ്രായക്കാരനാണ്. ഹാരിസ ഇബ്നു സുറാഖ ബദറിൽ ഷഹീദായപ്പോൾ ഉമ്മു ഹാരിസ എന്ന അവരുടെ ഉമ്മാക്ക്, അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് വലിയ മനപ്രയാസമുണ്ടായി, വലിയ പ്രയാസമുണ്ടായി ഹാരിസ ഷഹീദായപ്പോൾ. അങ്ങനെ ഈ ഉമ്മു ഹാരിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഖദ് അറഫ്ത മൻസിലത ഹാരിസത മിന്നി, ഹാരിസ കുട്ടിയാണ്, ആ കുട്ടിക്ക് എൻ്റെ മനസ്സിലുള്ള സ്ഥാനം നിങ്ങൾക്ക് നല്ലോണം അറിയാം. ഒരിക്കലും മനസ്സിൽ നിന്ന് മുറിച്ചു മാറ്റാൻ കഴിയാത്ത ബന്ധമാണ് ഉമ്മയായ എനിക്ക് ഹാരിസയോടുള്ളത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മ ഹാരിസ പറയുന്നത്. ഫയ്യകും ഫിൽ ജന്നതി അസ്ബിർ വഅഹ്തസിബ്, എൻ്റെ മകൻ ഹാരിസ ബദറിൽ ഷഹീദായി, സ്വർഗത്തിലാണ് ഹാരിസയെങ്കിൽ ഞാൻ ക്ഷമിക്കാം, സഹിക്കാം, ഞാൻ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മോഹിച്ച് സഹിഷ്ണുത അവലംബിക്കാം. വൈൻ തകുനിൽ ഉഖ്റ തറാ മാ അസ്ന, എൻ്റെ മകൻ ഹാരിസ സ്വർഗത്തിലല്ല എങ്കിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടി വരും എന്ന് പറഞ്ഞാൽ എനിക്കത് സഹ്യമല്ല, അസഹ്യമായ ചില പ്രവർത്തനങ്ങൾ എന്നിൽ നിന്നുണ്ടാകും എന്നാണ് ഉമ്മു ഹാരിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ഉമ്മു ഹാരിസയോട് പറഞ്ഞത്? വൈഹകി അവ ജന്നത്തുൻ വാഹിദത്തുൻ ഹി ഇന്നഹാ ജിനാനുൻ കസീറ വ ഇന്നഹു ഫി ജന്നത്തിൽ ഫിർദൗസ്. ഉമ്മു ഹാരിസ, സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊരു ജന്നത്തല്ല, ഒരു തോട്ടമല്ല. പിന്നെ സ്വർഗം തോട്ടങ്ങളുടെ ഒരു സമുച്ചയമാണ്. തോട്ടങ്ങളാൽ ഒരുക്കപ്പെട്ടതാണ് സ്വർഗമെന്ന വലിയ ജന്നത്ത്. ഹാരിസ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിലാണ്. എന്താ ഈ ജന്നത്തുൽ ഫിർദൗസ്? അൽ ഫിർദൗസുൽ അഅല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ അത്യുന്നത ഭാഗമാണ്, സ്വർഗത്തിൻ്റെ മധ്യത്തിൽ. അപ്പോൾ സ്വർഗത്തിൻ്റെ മധ്യത്തിൽ അതിൻ്റെ അത്യുന്നത ഭാഗമാണ് അൽ ഫിർദൗസുൽ അഅല. ആ ഫിർദൗസുൽ അഅലയുടെ മീതെയാണ് അൽ വസീലയും അൽ ഫദീലയും. ഈ അൽ വസീലയും അൽ ഫദീലയും ഒരു വ്യക്തിക്ക് മാത്രം അർഹപ്പെട്ട സ്ഥലമാണ് സ്വർഗത്തിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്,
ആ ഇടം എനിക്കാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതെനിക്ക് ലഭിക്കുവാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ഇരക്കണം. ആ ദുആയാണ് നമ്മൾ ബാങ്ക് കേട്ടാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫളീല വബ്അസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത എന്ന് പറഞ്ഞ് ദുആ ഇരക്കണത്. അപ്പോൾ അൽ വസീലയും അൽ ഫളീലയും ഫിർദൗസുൽ ആലയുടെ മധ്യത്തിൽ മീതെയാണ്, സ്വർഗത്തിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മീതെയാണ് അൽ ഫിർദൗസുൽ ആല. അവിടെയാണ് ഹാരിസയുള്ളത്. ഉമ്മു ഹാരിസ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഹാരിസയെ സമാധാനിപ്പിച്ച് പറഞ്ഞുകൊണ്ട് പിന്നെ തിരുനബി പറഞ്ഞ വചനം, അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഹദീസ് സഹിഹായ ഹദീസാണ്. എന്താ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? തിരുനബി പറഞ്ഞത്, നിങ്ങളുടെ മകൻ അൽ ഫിർദൗസിൽ ആലയിലാണ്. യാ ഉമ്മ ഹാരിസ വഇന്ന ഹാരിസത ഫിൽ ഫിർദൗസിൽ ആല ഫൈദാ സഅൽതുമുല്ലാഹ ഫസലൂഹുൽ ഫിർദൗസൽ ആല എന്ന് റസൂലുള്ളാഹി പറയാണ്. ഹാരിസ അൽ ഫിർദൗസിൽ ആലയിലാണ്. വൈദാ സഅൽതുമുല്ലാഹ്, ഇനി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുമ്പോൾ ഫസലൂഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ഇരക്കേണ്ടത് അൽ ഫിർദൗസൽ ആല, അൽ ഫിർദൗസൽ ആലയ്ക്ക് വേണ്ടിയാണ്. സ്വർഗം കിട്ടാനെന്നല്ല, പിന്നെയോ സ്വർഗത്തിൽ അൽ ഫിർദൗസുൽ ആല കിട്ടണം. ഉമ്മു ഹാരിസ അങ്ങനെ ദുആ ചെയ്താൽ, ഉമ്മു ഹാരിസ ഈ ദുനിയാവിൽ നിന്ന് കണ്ണു ചിമ്മിയാൽ ഉമ്മു ഹാരിസ ആരോടൊപ്പത്തി? അൽ ഫിർദൗസുൽ ആലയിൽ ഹാരിസയോടൊപ്പത്തി, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലെത്തിയ മകനോടൊപ്പം അവർ അവിടെ കണ്ണു ചേർക്കപ്പെടാൻ പോവുകയാണ്. അള്ളാഹു നമ്മളെയും അവിടങ്ങളിലെത്തിപ്പിച്ച് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ തരുണത്തിൽ ഉമ്മു ഹാരിസയോട് ഉണർത്തുകയുണ്ടായത്. ഇവിടെ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഉണർത്തുന്നത്, ആഗ്രഹിക്കാൻ ആവശ്യപ്പെടുന്നത്, കൊതിക്കുവാൻ ആവശ്യപ്പെടുന്നത് എന്താണ്? മഹനീയമായതാണ്, ഉത്തമമായതാണ്. മാതൃകാ മഹതിയായ ഇസ്രായേല്യരിലെ ആ വൃദ്ധ സ്ത്രീ ആഗ്രഹിച്ചതുപോലെ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ നമ്മുടെ ആഗ്രഹം മൂക്കേണ്ടത് ദുനിയാവിൻ്റെ വിഷയത്തിലല്ല. ആഗ്രഹം നമ്മുടേത് മൂക്കേണ്ടത് ഈ മാതൃകാ മഹദിയുടെ ആഗ്രഹം മൂത്ത വിഷയത്തിലാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിൽ നിൻ്റെ വിഹിതം നീ മറക്കണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഒരാൾ ദുനിയാവിൻ്റെ വിഷയത്തിൽ ആഗ്രഹിച്ചത് കൊണ്ട്, അതുകൊണ്ടല്ല നമ്മളോട് അള്ളാഹു പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. പക്ഷേ നമുക്ക് ഏറ്റവും മുഖ്യവും പ്രധാനവുമായത് എന്ത്? ഇതാണ് വിഷയം. ഞാനിവിടെ മുമ്പ് ഉണർത്തിയിട്ടുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസും അബ്ദുല്ലാഹി ബിൻ ഉമറും അതേപോലെ തന്നെ ഉർവത്ത് ബിൻ സുബൈറും മിസ്അബ് ബിൻ തൽഹയും കഅബയുടെ പരിസരത്ത് ഇരുന്നിട്ട് ഓരോരുത്തരും ആഗ്രഹിച്ചൊരു സംഭവം. അന്യോന്യം അവർ കൂടിയിരുന്നിട്ട് പറയാണ്, തമന്നു, എല്ലാവരും ആഗ്രഹിക്കാൻ പറഞ്ഞു. ഓരോരുത്തരും മനസ്സിൻ്റെ പൂതി തുറന്ന് അടിക്കാൻ പറഞ്ഞു. എന്താണ് ആഗ്രഹം? അപ്പോൾ ഉർവത്ത് ബിൻ സുബൈർ അറിവ് ആഗ്രഹിച്ചു, ഇൽമ്. മിസ്അബ് ബിൻ തൽഹ ഹുസൈൻ റളിയല്ലാഹു തആലാനുവിൻ്റെ പുത്രി സുകൈനയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇമ്രത്ത് നേതൃത്വം ആഗ്രഹിച്ചു. അബ്ദുല്ലാഹി ബിൻ ഉമറോ സ്വർഗം ആഗ്രഹിച്ചു. മറ്റവർക്കൊന്നും സ്വർഗം ആഗ്രഹമില്ലായിട്ടല്ല, പിന്നെയോ അതൊരു ആകസ്മികതയാണ്. അവർ അനുവദനീയമായ പരിധിക്കുള്ളിൽ നിന്നിട്ടുള്ള ആഗ്രഹമാണ് ദുനിയാവിൻ്റെ വിഷയത്തിൽ. ചരിത്രം പറയുന്നത് എന്താ? മിസ്അബ് ബിൻ തൽഹ ഹുസൈൻ റളിയല്ലാഹു തആലാന്റെ മഹദിയായ പുത്രി സുകൈനയെ കല്യാണം കഴിച്ചു. ഉമർ ബിൻ അബ്ദുൽ അസീസ് നേതൃത്വം കൈയാളി. മാത്രമല്ല അമവി ഖിലാഫത്തിൽ മുആവിയയെ കഴിഞ്ഞാൽ മാതൃകായോഗ്യനായ ഖലീഫയാണ് ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉർവത്ത് ബിൻ സുബൈർ ഇൽമാണ് ആഗ്രഹിച്ചത്, അറിവ്. അദ്ദേഹം വലിയ ആലിമായി, ലോകം കണ്ട അന്നത്തെ 7 ഫുഖഹാക്കളിൽ, പണ്ഡിതന്മാരിൽ, വിജ്ഞാന സാഗരങ്ങൾ എന്ന് ചരിത്രം വിധി എഴുതിയ 7 പണ്ഡിതന്മാരിൽ ഒരാളാണ് ഉർവ ഇബ്നു സുബൈർ. ഇദാ ഖീല മൻ ഫിൽ ഇൽമി സബ്അതു അബ്ഹുരിൻ, വിജ്ഞാന സാഗരങ്ങളായ 7 പണ്ഡിതന്മാരാര് എന്ന് പറയപ്പെട്ടാൽ, അവരാരാണ് എന്ന് ചോദിക്കപ്പെട്ടാൽ
റിവായത്തുഹും ഇദാ ഖീല മൻ ഫിൽ ഇൽമി സബ്അതു അബ്ഹുരിൻ റിവായത്തുഹും ലൈസത് മിനൽ ഇൽമി ഖാരിജ ഫഖുൽഹും ഉബൈദുല്ലാ ഉർവതു ഖാസിമു സഈദുൻ അബൂബക്കർ സുലൈമാനു ഖാരിജ. കണ്ടോ, 7 വിജ്ഞാന സാഗരങ്ങളിൽ ഉബൈദയെ കഴിഞ്ഞാൽ എണ്ണിയത് ഉർവ എന്ന മഹാനെയാണ്, ഉർവത്ത് ബിൻ സുബൈർ. അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചത് ഇൽമാണ്, അത് അദ്ദേഹത്തിന് കിട്ടി. ഈ ചരിത്രം കോറിയിട്ട റിപ്പോർട്ടർ പറയുന്നത് ശേഷിക്കണ ഇനി ഒരാളാണ്. അതാരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആഗ്രഹിച്ചത് അദ്ദേഹം സ്വർഗമാണ് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ആഗ്രഹങ്ങൾ പലതാണ്. ദുനിയാവിൻ്റെ വിഷയത്തിൽ നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ അത് മൂക്കേണ്ടതും അത് ഏറ്റവും കൂടുതലാകേണ്ടതുമായ ആഗ്രഹം അത് നമ്മുടെ ആഖിറത്തിലെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഒരു രോഗബാധിതയായ സ്ത്രീ, അവർക്ക് ഒരു പൈശാചിക ശല്യമാണ്, ആ ശല്യത്തിൽ അവർ മറിഞ്ഞു വീഴും. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മുഖം കാണിച്ച് അവർ പറയുകയാണ്, റസൂലേ ഇന്നി ഉസ്ര ഫദ്ഉല്ലാഹ ലി, ഞാൻ ബാധയേറ്റ് വീഴുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ഇരന്നാലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ മഹദിയോട് പറയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ഇരക്കാം, അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, വലക്കിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അപ്പം സ്വർഗം എന്ന് കേട്ടപ്പോൾ ആ സ്ത്രീ പറയാണ്, എങ്കിൽ പ്രവാചകനെ ഞാൻ ക്ഷമിച്ചോളാം. കാരണം അവർക്ക് വേണ്ടത് എന്താ? ഈ പരീക്ഷണത്തിൻ്റെ നാളുകൾക്കപ്പുറം സ്വർഗമാണ്, ഞാൻ ക്ഷമിച്ചോളാം. പക്ഷേ ഞാൻ ബാധയേറ്റ് വീണാൽ എൻ്റെ വസ്ത്രം ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നുണ്ട്, ശൈത്താൻ എൻ്റെ വസ്ത്രം ശരീരത്തിൽ നിന്ന് നീക്കുന്നുണ്ട്. അങ്ങനെയാണ് ചില റിപ്പോർട്ടുകളിൽ, ഖബീസായ ശൈത്താൻ എൻ്റെ വസ്ത്രം നീക്കുന്നുണ്ട്, അതുകൊണ്ട് വസ്ത്രം നീങ്ങിപ്പോയിട്ട് ഔറത്ത് വെളിപ്പെടുക, അതുണ്ടാകാതിരിക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ഇരക്കണം എന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം, അതല്ല നിങ്ങൾ ക്ഷമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നാണ് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായത്. അപ്പോൾ അവർ ക്ഷമിക്കാൻ തയ്യാറായി. എന്തിനു വേണ്ടി? സ്വർഗം എന്ന മഹനീയ നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളിൽ ഒരു വ്യക്തിയെ രോഗസന്ദർശനം നടത്തി. രോഗസന്ദർശനം നടത്തിയപ്പോൾ ആ രോഗം മൂർജിച്ചിട്ട് ഈ രോഗി ഉണ്ടല്ലോ ഫർഹിനെ പോലെ ആയി എന്നാണ്. ഫർഹ് എന്ന് പറഞ്ഞാൽ മുട്ട വിരിഞ്ഞിട്ടുണ്ടാണ് ആ കോഴിക്കുഞ്ഞുണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ വിറച്ച് തുള്ളണ ഒരു മുട്ട വിരിഞ്ഞ ഉടനെ ഒരു കോഴിക്കുഞ്ഞിൻ്റെ അവസ്ഥ എന്താ? അതിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും, തപ്പി തടഞ്ഞു വീഴും, ഇങ്ങനെയാണ്. അതുപോലെയാണ് ഈ രോഗിയുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിക്കാണ്, ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹൽ കുൻത തദ്ഉ ബിശൈഇൻ ഔ തസലുഹു ഇയ്യാ, നിങ്ങൾ വല്ല ദുആയും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ രോഗിനോട് നിങ്ങൾ അള്ളാഹുവിനോട് വല്ല ദുആയും നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഖാല നഅം. അപ്പോൾ രോഗി പറയാണ്, ഞാൻ അള്ളാഹിനോട് ദുആ ഇറക്കുന്നുണ്ട്. എന്താ ദുആ ഇറക്കണത്? അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ. അതാണ് അദ്ദേഹത്തിൻ്റെ ദുആ. പടച്ചോനെ, ആഖിറത്തിൽ നീ എനിക്ക് വല്ല ശിക്ഷയും നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ ശിക്ഷ നീ എനിക്ക് ദുനിയാവിൽ പെട്ടെന്ന് തരണേ. അതാണ് അയാളുടെ ദുആ. ആഖിറത്തിൽ വല്ല ദുആ ശിക്ഷയുണ്ടെങ്കിൽ അത് ഈ ദുനിയാവിൽ നിന്ന് തന്നെ തന്നള എന്നാണ് അയാളുടെ ദുആ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയാണ്, സുബ്ഹാനല്ലാഹ് ലാ തുതീഖുഹു ലാ തസ്തതിഉഹു. അല്ലാഹു പരമപരിശുദ്ധൻ. ലാ തുതീഖുഹു, ആഖിറത്തിൽ ആ ശിക്ഷ ദുനിയാവിൽ തന്നെ തരാനോ? അത് നിങ്ങൾക്ക് താങ്ങാനാവൂല, അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല. അഫലാ ഖുൽത്, നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. നിങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. പഠിച്ചോനെ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക്
ഹസനത്ത് നൽകണമേ, നല്ലത് നൽകണമേ. ആഖിറത്തിലും ഹസനത്ത് നൽകണമേ. വഖിന അദാബന്നാർ, നരകത്തിയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണമേ. ഇങ്ങനെ ദുആ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാളെ പഠിപ്പിച്ചു. എന്നിട്ട് തിരുനബി ഫദഅ അല്ലാഹ ലഹു ഫശഫ, അയാൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് സൗഖ്യം ലഭിച്ചു, രോഗം മാറി എന്നാണ് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ് ഈ ഹദീസിലുള്ളത്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സന്ദർഭത്തിൽ ആ വ്യക്തിയെ പഠിപ്പിക്കുന്നത് ആഖിറത്തിൽ ഹസനത്ത് ലഭിക്കുവാൻ, നന്മ ലഭിക്കുവാൻ, നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തിന് കാവലേകുവാൻ ദുആയിരക്കുവാനാണ്. അതേസമയം അയാളുടെ ദുനിയാവ്, ആ ദുനിയാവിലും അദ്ദേഹത്തിന് നല്ലത് ലഭിക്കുവാൻ ദുആയിരക്കുവാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയും അവിടെ ഉപദേശിക്കുകയുമാണ്. അപ്പോൾ നമ്മളുടെ തേട്ടങ്ങളിൽ, ആഗ്രഹങ്ങളിൽ, അഭിലാഷങ്ങളിൽ ഒരിക്കലും പരലോകത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള, ആഖിറത്തിനെ മറന്നുകൊണ്ടുള്ള, ആഖിറത്തിന് സ്ഥാനം വിഗണിച്ചുകൊണ്ടുള്ള ഒരു ആഗ്രഹമോ അഭിലാഷമോ നമുക്കുണ്ടാകാൻ പാടുള്ളതല്ല. വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല, ഈ ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് ആഖിറമാണ് ഉത്തമം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിസംബോധന ചെയ്ത് പറയാണ്. ആ അഭിസംബോധനയിലെ പ്രഥമ അഭിസംബോധിതൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലും ആ അഭിസംബോധന നമുക്കെല്ലാവർക്കുമാണ്. അതുകൊണ്ട് തന്നെ പരലോകമാണ് മുഖ്യം, പരലോകമാണ് വലുത്, പരലോകമാണ് ഖൈർ, അഫ്ദൽ. ആ പരലോകത്തെ നമ്മൾ സ്ഥാനം കെടുത്തി, അതിൻ്റെ സ്ഥാനം നമ്മൾ ഇടിച്ച് അതിനുള്ള ആ സ്ഥാനം വകവെക്കാതെ ഒരാഗ്രഹമോ ഒരു തേട്ടമോ ഒരു പ്രതീക്ഷയോ അത് നമുക്കുണ്ടാകാൻ പാടുള്ളതല്ല. മാതൃകാ മഹതിയായ ഇസ്രായേലിയരിലെ വൃദ്ധ സ്ത്രീ ആഗ്രഹിച്ചതുപോലെ, ആവശ്യപ്പെട്ടതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മളുടെ ആവശ്യങ്ങളും അത് ഗംഭീരമാകണം, മഹനീയമാകണം എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടെ ഉണർത്തുവാനുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് മത്സരിക്കുവാനും അല്ലാഹു നമ്മളോട് സത്വര ഗമനം നടത്തുവാനും ആവശ്യപ്പെട്ട വിശുദ്ധ വചനങ്ങളിലൂടെ കണ്ണോടിച്ചിട്ടുണ്ട് എങ്കിൽ ആ പാരത്രിക ലക്ഷ്യമാണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ മുൻകടക്കൂ, മത്സരിച്ച് മുന്നേറൂ. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടൂ. വജന്നത്തിൻ അർദുഹ സമാവാത് വൽ അർദ്, വാനങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിലേക്ക് നിങ്ങൾ മത്സരിക്കൂ. വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ, സ്വർഗീയ അനുഗ്രഹങ്ങളെ എണ്ണിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതിനു വേണ്ടി മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ എന്നാണ്. അപ്പോൾ ഇത്തരം വചനങ്ങളുടെ തേട്ടങ്ങളെല്ലാം നമ്മളോട് നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ മഹത്തരമാക്കുവാൻ ആവശ്യപ്പെടുകയാണ്. മാതൃകാ മഹതിയായ ഇസ്രായേലിയരിലെ ആ സ്ത്രീയുടെ ചരിത്രം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഓതിയത് അവർ ചരിത്രത്തിൽ കഴിഞ്ഞു പോയൊരു മഹൽ വ്യക്തിത്വമാണ്, ചരിത്രത്തിലെ ഒരു കഥാപാത്രം. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ചരിത്രം അനുസ്മരിച്ചു, അതെടുത്തുദ്ധരിച്ച് അവരെപ്പോലെ നിങ്ങളുടെ ആവശ്യങ്ങളാകണം, ആഗ്രഹങ്ങളാകണം എന്ന് നമ്മളോട് ഉണർത്തുകയുണ്ടായി. അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ മഹത്തുക്കളോടൊപ്പമുള്ള ഒരു സംഗമം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ഒരു അയൽപക്കം, അയൽവാസം, ഇത് നമ്മൾ ആഗ്രഹിക്കേണ്ട, അഭിലഷിക്കേണ്ടതായ ഒരു പ്രധാന വിഷയമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ എന്നാണ് ഉണർത്തുവാനുള്ളത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ തെറ്റുകളെ അള്ളാഹു പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും അരുളുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് വിശാലത കനിയുമാറാവട്ടെ. ഈ സത്യദീനിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളോട് കണ്ണ് മറഞ്ഞ, നമ്മളിൽ നിന്ന് മൺമറഞ്ഞ നമ്മുടെ
സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട ഖബറിടങ്ങളെ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഖബറിടങ്ങളെ അള്ളാഹു അവരുടെ പാർശ്വങ്ങളിൽ വിശാലമാക്കുമാറാവട്ടെ. അള്ളാഹു അവർക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവരെയും നമ്മെയും ഈ ദുനിയാവിൽ ഈ ആദർശത്തിൽ കണ്ണി ചേർത്തതുപോലെ അവൻ്റെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അഫുവും ആഫിയത്തും ഈ ദുനിയാവിലും ആഖിറത്തിലുമുള്ള മുആഫാത്തും ദായിമയും നൽകി അവരെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫضലിനാൽ നമ്മുടെ മാതാപിതാക്കളോട് പൊറുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിടങ്ങളെ അള്ളാഹു തൃപ്തിയിലും അള്ളാഹുവിൻ്റെ ഒരു സ്വർഗീയ ആരാമവുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെയും നമ്മുടെ ഇണകളെയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ അവൻ്റെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിലൂടെ ഇണകളിലൂടെ അള്ളാഹു നമുക്കെല്ലാവർക്കും കൺകുളിർമയേറ്റി അള്ളാഹു അവരെയും നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.